മോർണിംഗ്. ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം ഒരു 3 പോയിൻറ്റ് പ്ലസ് ഓർ മൈനസ് റേഞ്ചിൽ നിൽക്കുന്നു. മാർക്കറ്റ് ഒരു റേഞ്ച് ബോണ്ടിൽ മാത്രമാണ് പോകുന്നത്. വലിയൊരു മൂവ്മെൻറ്റ് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെ പറയാം. 5 ഡേയ്സ് മൂവ്മെൻറ്റ് നമ്മൾ എടുക്കുമ്പോഴും നമ്മളൊരു 5 ഡേയ്സ് മൂവ്മെൻറ്റ് നമ്മൾ കളക്ട് ചെയ്താൽ നമുക്കറിയാം ഒരു റേഞ്ച് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ഒരു റേഞ്ചിലാണ് മൂവ്മെൻറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഈ മൂവ്മെൻറ്റ് റേഞ്ചാണ്. കൺസോൾട്ടേഷൻ ഇതിലാണ്. ഈ സമയങ്ങളിൽ കൂടുതൽ നമുക്ക് ട്രേഡ് ചെയ്താൽ ബെനിഫിറ്റ് കിട്ടുന്ന ആൾക്കാരെന്ന് പറയുന്ന അവർക്ക് ഷെയർ ആയിരിക്കും. ഷെയർസിൽ ചെറിയ ചെറിയ ബൈകൾ. എന്നാൽ ഇത് ഷെയർസിൽ ബൈകൾ എന്ന് പറഞ്ഞാൽ ചെറിയ മിഡ് ക്യാപ് ഷെയർസിലായിരിക്കും മൂവ്മെൻറ്റ് കൂടുതലും വരുന്നത്. FII അല്ലെങ്കിൽ FPA ഡാറ്റ, ഈ രണ്ട് ഡാറ്റ എടുത്ത് നോക്കുമ്പോൾ മെയിനായിട്ട് FIIയുടെ ഡാറ്റ നോക്കുമ്പോൾ ഒരു 6000 കോടി രൂപയുടെ സെല്ലാണ് നിൽക്കുന്നത്. എന്നാൽ DSൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് മാർക്കറ്റിൽ ബൈയും നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവാണ്. രണ്ടും സപ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട് തന്നെ പറയാം. എങ്കിൽ തന്നെ FII മാറി നിൽക്കണമെന്ന് തന്നെ പറയാം മാർക്കറ്റിൽ നിന്ന്. ഇന്ത്യൻ ADR ക്ലോസ് ചെയ്തിരിക്കുന്നത് മോശമായിട്ടാണ്. അതുപോലെ തന്നെ ICICIൻ്റെ ADR ഡൗൺ ആണ്. വിബ്രോ ADR ഡൗൺ ആണ്. HDFC ADR മാത്രമാണ് പോസിറ്റീവ്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാവുന്ന സെക്ഷനിൽ ബാങ്ക് നിഫ്റ്റിയിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാവുന്നതാണ്. കാരണം കുറച്ച് സെക്ഷൻ സപ്പോർട്ട് ചെയ്യുന്നത് HDFC ആണ്. അപ്പോൾ ഡോക്ടർ റെഡ്ഡി ADR ജസ്റ്റ് മൈനസ് ആണ്. അപ്പോൾ ടോട്ടലി നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി എനിക്ക് തോന്നുന്നു നിഫ്റ്റിക്കാളും കൂടുതൽ കുറച്ചും കൂടി നന്നായി പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വാച്ച് ചെയ്യാവുന്നതാണ്. ഒരു നെഗറ്റീവ് ന്യൂസ് എന്ന് പറഞ്ഞാൽ താരിഫ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന സ്റ്റീൽ അല്ലെങ്കിൽ വേൾഡിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന സ്റ്റീലുകൾക്ക് 50% താൽക്കാലികമായിട്ട് ട്രംപ് അവിടുത്തെ താരിഫിൽ ചേഞ്ച് വരുത്തുന്നത്. ഇത് പൊട്ടൻഷ്യലി ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് നമ്മളെ സംബന്ധിച്ച് ഇതൊരു നെഗറ്റീവാണ്. ഇത് നമ്മൾ സ്റ്റീൽ കമ്പനിയെ സംബന്ധിച്ച് നെഗറ്റീവ് ആവും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, പെട്ടെന്നൊരു ദിവസം കൊണ്ട് നെഗറ്റീവ് ആവുന്ന കാര്യങ്ങളല്ല. പക്ഷേ ന്യൂസ് ബേസിൽ ചെറിയൊരു ടേൺ ഓവർ ലൈറ്റ് ഡൗൺ വന്നതിന് ശേഷം റിക്കവർ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ന്യൂസ് ബേസ്ഡ് നെഗറ്റീവാണ്. അടുത്ത് മഹീന്ദ്രയുടെ സെയിൽസാണ്. മഹീന്ദ്രയുടെ സെയിൽസ് 17% വർധന. നമുക്കറിയാം ഓരോ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന വണ്ടികൾക്ക് മൂവ്മെൻ്റ് അനുസരിച്ചാണ് സെയിൽസ് ഡാറ്റ എല്ലാം മന്ത്ലിയും വരുന്നുണ്ട്. എന്തായാലും മഹീന്ദ്ര ഒരു നല്ലൊരു ബൈ ആയി മാറുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ഇയറിൽ നമുക്ക് വാച്ച് ചെയ്യാവുന്ന കൗണ്ടറും ട്രേഡ് ചെയ്യാവുന്ന കൗണ്ടറും മഹീന്ദ്ര തന്നെ ആണ്. എനിക്ക് തോന്നുന്നു ഡെലിവറി ബൈയും ബെസ്റ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു. അടുത്തത് മെയിനായിട്ട് പറയുന്നത് ഐഷർ മോട്ടോഴ്സാണ്. ഐഷർ മോട്ടോഴ്സിൻ്റെ സെയിൽസ് അപ്പായിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ 2025 നമുക്ക് ഹോൾഡ് ചെയ്യാവുന്ന കൗണ്ടറായിരിക്കും ഐഷർ മോട്ടോർ. അവരെ കണ്ടിന്യൂസ് അവരുടെ സെയിൽസ് അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അടുത്ത് എസ്കോട്ട്സാണ്. എസ്കോട്ട്സിലും നല്ലൊരു മൂവ്മെൻറ്റാണ്. സെയിൽസ് അപ്പാണ് നമുക്ക് കാണിക്കുന്നത്. വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ പഴയ റേറ്റ് നോക്കുക മാർച്ചിലും ഒരു 50% അപ്പായിരുന്നു. പുതിയ ന്യൂസിലും അപ് ട്രെൻഡാണ്. അപ്പോൾ മാർക്കറ്റിൽ എസ്കോട്ട്സ് നമുക്ക് വാച്ച് ചെയ്യാവുന്ന കൊണ്ടാണ്. സൈഡ് വൈസ് മാർക്കറ്റിൽ പെർഫോമറാണ് എസ്കോട്ട്സ്. നെക്സ്റ്റ് ഐഷർ മോട്ടറാണ്. ഐഷർ മോട്ടർ നിങ്ങൾക്കറിയാം, ബുള്ളറ്റൊക്കെ ഐഷർ മോട്ടർ വർക്കൗട്ടിൽ വരുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഐഷർ മോട്ടർ നമുക്ക് നല്ലൊരു ബൈ ട്രെൻഡ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ BSE വാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ വെൽസ്പൺ കോർപ്പറേഷനും നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. വെൽസ്പൺ ഓക്കെ, രണ്ടും വാച്ച് ചെയ്യാവുന്ന കൗണ്ടറുകളാണ്. അട്രാക്റ്റീവാണ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റിൻ്റെ ട്രെൻഡ്. ഓൾറെഡി മാർക്കറ്റ് നെഗറ്റീവ് ട്രെൻഡാണ് കീപ്പ് ചെയ്തത്. അപ്പോൾ മാർക്കറ്റിൽ ഷെയർസുകളിലായിരിക്കും മൂവ്മെൻറ്റ് വരിക. ഫ്യൂച്ചർ ഓപ്ഷൻ ചെയ്യുന്നവരെ സംബന്ധിച്ച് ചെറിയ റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നതായിരിക്കും നല്ല. ചെറിയ റേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ പുട്ടും കോളും ഒരുമിച്ചെടുത്ത് കളിക്കാൻ പറ്റുന്നൊരു ഏരിയയും കൂടിയാണ്. ഒരുമിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റും. പുട്ടും കോളും ഒരുമിച്ചെടുത്ത് ട്രേഡ് ചെയ്യാം. കാരണം ഒരു 30 പോയിൻറ്റ് 40 പോയിൻറ്റ് ഡിഫറൻസിൽ കളിക്കുന്നത് ഫാർ ബെറ്റർ ആയിരിക്കും. ഓക്കെ, താങ്ക് യു. സെയിം ഡേയിൽ ഏർലി മോർണിംഗിൽ ഉണ്ടാക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു.